നമ്മൾ നേരെ ചോറ്റാനിക്കരയിലേക്ക് പോവുകയാണ്. എറണാകുളം ചോറ്റാനിക്കരയിൽ ഭിന്നശേഷിക്കാരിയായ പോക്സോ അതിജീവിതയെ ആൺസുഹൃത്ത് അനൂപ് അതിക്രൂരമായി മർദ്ദിച്ചുവെന്ന് പോലീസ്. പെൺകുട്ടിയെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ചുറ്റിക തെളിവെടുപ്പിലൂടെ കണ്ടെത്തി. പെൺകുട്ടി മരിച്ചുവെന്ന് കരുതിയാണ് അനൂപ് വീട്ടിൽ നിന്ന് പോയത്. ഇക്കാര്യങ്ങളെല്ലാം പ്രതി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. സെക്ഷൽ അറ്റാക്ക് നടന്നിട്ടുണ്ട്. റിയാക്ട് ചെയ്ത സമയത്ത് അറ്റാക്ക് ചെയ്ത് സെൽഫായിട്ട് ഹാങ് ചെയ്ത സമയം കട്ട് ചെയ്ത് താഴെ ഇട്ടിട്ടുണ്ട്. ബലാത്സംഗം അതുപോലെ തന്നെ കൊലപാതകം. റിക്കവർ ചെയ്തത് താഴെയിടാൻ ഉപയോഗിച്ച കത്തി, ചുറ്റിക, അതുപോലെ തന്നെ ഊരി മാറ്റിയ ആ കുട്ടിയുടെ ഡ്രസ്സ് കൈവച്ചിട്ടുള്ളതാണ് മർദ്ദിച്ചിട്ടുള്ളത്. ചുറ്റിവെച്ചും മർദ്ദിച്ചിട്ടുണ്ട്. ദേഹമാസകലം കൺഫ്യൂഷനുണ്ട്. കഴുത്തിലും അടിവയറിലൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ട്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഹാങ്ങിങ് സെൽഫായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ചെത്തി താഴെ ഇട്ടിട്ടുള്ളതും ബാക്കി ശ്വാസം മുട്ടിച്ചതല്ല. ഗുരുതരമായി പരിക്കേറ്റ 19-കാരി വെന്റിലേറ്ററിൽ തുടരുകയാണ്. വിഷ്ണു സുരേഷാണ് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. വിഷ്ണു, അതിക്രൂരമായി ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പോലീസ് തന്നെ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇതേക്കുറിച്ച് പോലീസ് പറയുന്നത്? ഒപ്പം തെളിവെടുപ്പ് നടത്തിയല്ലോ, കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? പ്രവിത, അതിക്രൂര മർദ്ദനം ഈ പ്രതി ആ പെൺകുട്ടിയെ ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതിന് ഉപയോഗിച്ചിരുന്ന ചുറ്റികയും മറ്റ് കമ്പി വസ്തുക്കളും ഒക്കെ പോലീസ് ഇന്ന് നടത്തിയ തെളിവെടുപ്പിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കുട്ടിക്ക് മറ്റൊരു യുവാവുമായി ബന്ധമുണ്ട് എന്നതിന്റെ സംശയത്തിലാണ് അനൂപ് ഈ പെൺകുട്ടിയെ അതിക്രൂരമായി മർദ്ദിച്ചത്. ഇതിൽ മനംനൊന്ത് അനൂപിന്റെ മുൻപിൽ വെച്ച് തന്നെ പെൺകുട്ടി കഴുത്തിൽ ഷോൾ ഇട്ട് ഫാനിൽ കെട്ടിത്തൂങ്ങാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ പിന്നീട് അനൂപ് ഇടപെട്ട് കുട്ടിയുടെ ഷോള് മുറിച്ച് നിലത്തിടുകയായിരുന്നു. ഒപ്പം ഈ ശബ്ദം പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഇയാൾ വായ പിടിച്ചു. അത് കുട്ടിയുടെ ശ്വാസകോശത്തെ അടക്കം ബാധിച്ചു. പക്ഷെ പെൺകുട്ടി അബോധാവസ്ഥയിലായ ഘട്ടത്തിൽ മരിച്ചു എന്ന് കരുതിയാണ് അനൂപ് പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് അവിടെ നിന്ന് പോകുന്നത്. 15 മണിക്കൂറോളമാണ് ഈ പെൺകുട്ടി അവശ നിലയിൽ ആ വീട്ടിൽ കിടന്നത്. പിന്നീട് കുട്ടിയുടെ അടുത്ത ബന്ധു എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ കുട്ടി അവശ നിലയിൽ കണ്ടെത്തുകയും ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത്. ആ കാലതാമസം കുട്ടിയുടെ ആരോഗ്യനിലയെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വകുപ്പടക്കം അനൂപിനെതിരെ ചുമത്തും. അല്പസമയത്തിനകം തന്നെ അനൂപിനെ ചോറ്റാനിക്കരയിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. പ്രവിധ. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. വല്ലാതെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്.